This news is brought to you by Sona Gold, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ചെറുപുഴ നവജ്യോതി കോളേജിലെ ഫ്ലോറ നേച്ചർ ക്ലബ്ബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ലോക മാതൃഭാഷാ ദിനം ആചരിച്ചു. ചെറുപുഴ ടൗണിൽ നടത്തിയ മാതൃഭാഷാ സംസാര മത്സരത്തിലൂടെയാണ് മാതൃഭാഷാ ദിനം ആചരിച്ചത്. നേച്ചർ ക്ലബ്ബ് അംഗങ്ങളായ അനന്യ ജോർജ്, ജെഫിൻ ജോണി എന്നിവരുടെ നേതൃത്വത്തിൽ ചെറുപുഴ ടൗണിലെ ആളുകൾക്ക് മലയാള ഭാഷയിൽ മാത്രം സംസാരിക്കാനുള്ള മത്സരമാണ് നടത്തിയത്. വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഈ മത്സരം മാതൃഭാഷാ ദിനത്തെക്കുറിച്ചുള്ള അവബോധം ആളുകൾക്ക് പകർന്നു നൽകുന്നതിനും സഹായകമായി. മാതൃഭാഷാ ദിനമായിരുന്നു. അപ്പോ നവജ്യോതി കോളേജിന്റെ ഫ്ലോറ നാച്ചുറൽ ക്ലബ്ബ് ഈ ചെറുപുഴ ടൗണിൽ ഒരു ചാലഞ്ച് നടത്താൻ പോവാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാനും അനന്യയും ഇന്ന് ചാലഞ്ചിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു മിനിറ്റ് ഒരു മലയാളത്തില് ഒരു വിഷയത്തെ കുറിച്ച്, ഏത് വിഷയം വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം എടുക്കാം, ഒരു മിനിറ്റ് സംസാരിക്കണം. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 സുഹൃത്തുക്കളാണ് എന്റെ അപ്പുറവും ഇപ്പുറവുമായി നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ 3-4 വസ്ത്ര കഷ്ണങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഹലോ, കൺഗ്രാറ്റ്സ്. എൻ്റെ വീട്ടിൽ ഞാൻ ധാരാളമായിട്ട് പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യാറുണ്ട്. എൻ്റെ കുട്ടികളിൽ ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും മാത്രം കഴിച്ചു വളരണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. എൻ്റെ ഗ്രാമത്തിൽ ഒത്തിരി ഫലവൃക്ഷാദികളും അതുപോലെ നല്ല നല്ല കാവുകളും ക്ഷേത്രങ്ങളും നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ ധാരാളമുണ്ട്. അത് നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ. ഈ ശനിയാഴ്ച മാതൃഭാഷാ ദിനമായിരുന്നല്ലോ, അന്നേരം ഒരു മിനിറ്റ് ചേട്ടന് ഇഷ്ടമുള്ള വിഷയത്തെ പറ്റി ഒരു മിനിറ്റ് മലയാളത്തിൽ മാത്രം സംസാരിക്കണം. ഒരു തരത്തിലും മറ്റ് വന്യജീവികളുടെ ആക്രമണം അതുപോലെ മറ്റെല്ലാം കൊണ്ടും കൃഷി ആദായകരമല്ലാത്ത ഒരു സ്ഥിതിയാണ് ഈ മലയോര മേഖലയിലുള്ളവരെ സംബന്ധിച്ചിട്ടുള്ളത്. കൃഷിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ ചൂട് കാരണം, നമ്മളെ ഈ കേരളത്തിൽ ഇപ്പോഴത്തെ അതികഠിനമായ ചൂട് കാരണം ഇവിടെ മഴ ലഭ്യത വളരെയധികം കുറവാണ്. അപ്പം എന്നിട്ട് കൃഷി ഇവിടെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നവർ സാമ്പത്തിക അടിസ്ഥാനത്തിൽ വെള്ളത്തിന്റെ പോരായ്മ കൊണ്ട് അവർ വളരെയധികം കഷ്ടപ്പെടുകയാണ്. കൃഷി വയലില് നെല്ലെല്ലാം ഇട്ടിട്ട് നെൽകൃഷിയാക്കാം. കർഷകർ വയലിൽ പോന്നു, പിന്നെ നെല്ല് കൊയ്ത് അരിയാക്കി ഗോതമ്പാക്കി. എന്റെ പേര് സ്റ്റാവിലിൻ. ഞാൻ വരുന്നത് ഇവിടെ ആയൂര് കണ്ണിക്കുന്ന് നിന്നാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേട്ടാ, വെറുതെ ഇതൊക്കെ ഒരു രസമല്ലേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെറുപുഴ പട്ടണത്തിലാണ്. ചെറുപുഴ പട്ടണം മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പട്ടണം വളരെ മനോഹരമായ പട്ടണമാണ്. അധികം മരുന്നുകളുണ്ട്. പനി, ജലദോഷം, കഫക്കെട്ട്, പിന്നെ ഇപ്പോഴത്തെ. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഞങ്ങളുടെ ഈ നീതിയത്തിൽ കുറച്ച് തുണികളൊക്കെ വാങ്ങാൻ വന്നതാണ്. അപ്പോഴാണ് ഇവരെ പരിചയപ്പെട്ടത്. അപ്പോഴാണ് ഇവർ പറഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ച മാതൃഭാഷാ ദിനമാണെന്ന്. സത്യത്തിൽ അതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിവൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ ഒരു ദിവസം ആയിരുന്നു എന്നുള്ളത്. അങ്ങനെ ഇവിടെ വന്ന് തുണികളൊക്കെ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് ഈ കൂട്ടുകാരെ പരിചയപ്പെട്ടത്. ആയുർവേദം മരുന്നാണ്. എല്ലാ അസുഖങ്ങൾക്കും ഇപ്പം ആയുർവേദം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെയുള്ള രോഗങ്ങൾക്കും ഇന്ന് ആയുർവേദം ഫലപ്രാപ്തിയിലെത്തും. ഞാൻ തട്ടത്തിലാണ് താമസിക്കുന്നത്. ഞങ്ങള് വന്നിട്ട് ഇപ്പം ആദ്യം ബഹറിലായിരുന്നു. അപ്പൊ നമ്മുടെ ചലഞ്ച് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പം സഹകരിച്ച എല്ലാവർക്കും നന്ദി, വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പം ബൈ ഫ്രം അനന്യ ആൻഡ് ജെഫിൻ. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോന ഗോൾഡ്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.